ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. നമ്മളിന്ന് ചെയ്യുന്നത് നല്ല അടിപൊളി വാൾ ഡെക്കറേഷൻ ആണ്. വാൾ ഡെക്കറേറ്റിംഗ് ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഡിസ്പോസിബിൾ സ്പൂൺ വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്രിയേറ്റീവ് മലയാളം വെച്ചാൽ ആ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്പൂണിന് കളർ കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുകയാണ്. യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം കളർ കൊടുക്കാം. പക്ഷേ കയ്യിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുമാത്രം നമുക്ക് കറക്റ്റായിട്ട് പെയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ നമുക്കൊരു ഹോൾഡർ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു സ്റ്റിക്കുമ്പോൾ പിടിച്ചിട്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കൊടുക്കുന്ന ആ ഒരു റൗണ്ടിൽ നിൽക്കുന്ന പോർഷനിൽ അവിടെ വരെ മാത്രം കൊടുത്താൽ മതി കേട്ടോ. നമുക്കത് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്പൂൺസും കളർ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക. അപ്പോൾ നമ്മുടെ സ്പൂണൊക്കെ നന്നായി ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രെയിം റെഡിയാക്കാം. ഞാൻ പറഞ്ഞു വാൾ ഡെക്കറേറ്റീവ് ക്രാഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ഫ്രെയിമിൻ്റെ മോഡലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാനിപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിനെ റോളാക്കി ഒരു സ്റ്റിക്കിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ 12 പീസസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 4 സൈഡിലും 3 വീതം അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ 12 എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒരുമിച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗം അപ്ലൈ ചെയ്തിട്ട് 3 വീതം ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കണം. അതായത് നമ്മുടെ ആ ഫ്രെയിമിൻ്റെ 4 സൈഡ്സിലും ഇപ്പോൾ എത്രയാണ് തിക്നെസ് വേണ്ട അത്രയും കൊടുക്കുക കേട്ടോ. 3 കൊടുക്കുന്നതായിരിക്കും ഇത്രയും കൂടിയും ഒറിജിനായിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്രയ്ക്ക് ന്യൂസ് പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്ത് ഇതുപോലെ ഒടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 വീതം ജോയിൻ ചെയ്തിട്ട് എനിക്കിപ്പോൾ ടോട്ടൽ 4 സ്റ്റിക്കുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ഡിവൈഡ് ചെയ്യണം. ഇനി ഞാൻ ഇതൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഞാനിത് 30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്കെയിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ഏകദേശം മിഡിലായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് 2 സൈഡ്സും കട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ 2 സൈഡും ചരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 2 സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റിക്കിനും ഒരേ അളവാണ്. അപ്പോൾ മറ്റേത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത സ്റ്റിക്ക് എടുക്കുക. ഇത് നമ്മൾ 24 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 എൻഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പീസാണ് കിട്ടുക. 2 24 സെൻറ്റിമീറ്ററും 2 30 സെൻറ്റിമീറ്റർ ആണ് മെഷർമെൻറ്റ് കിട്ടുക. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡാർക്ക് ബ്ലൂ അക്രിലിക് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് കളറിലും എടുക്കാം കേട്ടോ. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളർ എടുക്കുക. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ എഴുത്തുകളൊന്നും കാണില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റിക്സും കളർ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ബോർഡ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ കാർഡ്ബോർഡില്ലേ, നോർമൽ കാർഡ്ബോർഡിൽ അക്രിലിക് കളർ അടിച്ച് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിലാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനൊക്കെ നല്ല കട്ടിയുള്ള കവറിങ്സ് അതെടുക്കാം. പിന്നെ റൈറ്റിംഗ് പാഡ് ഇല്ലേ കേടത് അതെടുക്കാം. നിങ്ങൾക്ക് എന്താണ് കട്ടിയുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ സ്റ്റിക്സൊക്കെ നമ്മുടെ ഈ ബോർഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. 24 സെൻറ്റിമീറ്റർ 2 മുകളിലും താഴെയായിട്ടും അതുപോലെ തന്നെ 30 സെൻറ്റിമീറ്ററിന് 2 സൈഡ് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പൂണ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഓരോ സ്പൂണിന് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ടോ. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്പൂൺസും കട്ട് ചെയ്തെടുക്കുക. കുറച്ച് സ്പൂണ് പച്ച കളർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്പൂൺസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലവറിൻ്റെ മോഡലിലാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ നമുക്ക് സ്റ്റെമ്മ് വേണം. അപ്പോൾ
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പേപ്പറിനെ റോൾ ചെയ്തിട്ട് അതിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കുക അതിനെ. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം ചെയ്ത് വെക്കട്ടോ. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ബോർഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ലീവ്സും ഫ്ലവേഴ്സും സ്റ്റെമ്മും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യെല്ലോ കളറുള്ള സ്പൂണില്ല, അതിന് ഞാനിപ്പോൾ ഫ്ലവറിൻ്റെ ആ ഒരു മോഡലിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്യാം. ഇനി ഫ്ലവേഴ്സ് തന്നെ വെക്കണമെന്നില്ല കേട്ടോ. നമുക്ക് വേറെ ഏതെങ്കിലും പിക്ചേഴ്സിൽ കൊണ്ടുവരാം, അതായത് ഇപ്പോൾ ട്രീ കൊണ്ടുവരാം, പിന്നെ ബേർഡ്സ്, അങ്ങനത്തെ ഒക്കെ ഓരോരോ പിക്ചേഴ്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അതുമാതിരി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 2 എണ്ണം കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് സ്റ്റെംസും ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ സ്റ്റെം വേണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റെമ്മുകളില്ലേ, അതൊന്ന് റോൾ ചെയ്താൽ ഈ ഒരു മോഡലിലാണ് കിട്ടുക. ഡയറക്റ്റായിട്ട് ഒടിച്ചു കൊടുത്താൽ മതി. ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ എടുക്കുന്നത്, ഇപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് വെച്ച് നമ്മൾ ബോട്ടാളൊക്കെ ചെയ്തതാണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ അടയ്ക്കയുടെ ക്യാപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ ചെയ്തപ്പോൾ കുറച്ച് പീസസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിതാ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന കളേഴ്സൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന കളറുകളാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളേഴ്സ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടി പ്രൊജക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡബിൾ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബാക്കിൽ നമ്മൾ ത്രെഡ്സൊക്കെ ഒടിച്ചിട്ട് ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിത് ഷോപ്പ് പീസായിട്ട് നമ്മുടെ ഷെൽഫിൽ ചാരിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം, ക്രിസ്മസ് അല്ലേ വരുന്നത്, ഇത് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് പോലെ നല്ല ക്ലിയർ ആയിട്ടുള്ളത് അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ ഡസ്റ്റ് ഒന്നും കയറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനും നല്ല വീഡിയോസ് ഇനി ഇവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.